ഹായ് ഓൾ, ക്രിസ്റ്റലിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് HSST മലയാളം പരീക്ഷ വളരെ അടുത്ത് കഴിഞ്ഞു. അപ്പൊ നമുക്ക് അവസാന ഘട്ട തയ്യാറെടുപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ക്വസ്റ്റ്യൻസ് മാക്സിമം വിശകലനം ചെയ്യുകയും മാക്സിമം ചോദ്യങ്ങളിലൂടെ കടന്നു പോവുകയും പഠിച്ചതൊക്കെ വീണ്ടും വീണ്ടും ഓർമ്മിക്കുകയും ഓപ്ഷനുകളിൽ കൂടി ഒന്നും കൂടി കടന്നു പോവുകയും ഒക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ HSSTയുടെ കുറച്ച് മോഡൽ ചോദ്യങ്ങളുടെ ഒരു വിശകലനം ക്രിസ്റ്റലിന്റെ കൂടെ നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ പലർക്കും പല രീതിയിലായിരിക്കാം പഠനം എത്തിയിട്ടുണ്ടാവുക. അപ്പോൾ ഏതൊരു വിദ്യാർത്ഥി ആയാലും നമുക്ക് ഒരു ക്വസ്റ്റ്യനിലൂടെ കടന്നു പോകുമ്പോൾ ക്വസ്റ്റ്യൻസ് എത്ര എളുപ്പമാണോ എത്ര ബുദ്ധിമുട്ടാണോ എന്നുള്ളതല്ല. ചിലപ്പോൾ നമുക്ക് എളുപ്പമുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും, ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ ഞാൻ പഠിച്ചതാണ് എന്നൊക്കെ ഒരു തോന്നൽ ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും അതുമായി ബന്ധപ്പെട്ട കണക്ട് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുകയും മാക്സിമം ഓപ്ഷൻസിൽ മറ്റുള്ള ഓപ്ഷൻസിന്റെ കൂടെ വരാവുന്ന ഇൻഫർമേഷൻസ് ഒന്നും കൂടി റീകളക്ട് ചെയ്യാനും ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കാനും ഒക്കെയുള്ള ഒരു നേരമാണ് ഇത് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ എനർജറ്റിക് ആയിട്ട് പഠിച്ചതെല്ലാം ഓർത്തെടുക്കാനുള്ള ഒരു റിവിഷൻ ക്ലാസ് പോലെ, ഒരു ക്വസ്റ്റ്യൻ അനാലിസിസ് പോലെ നമ്മുടെ ഈ ക്ലാസ് ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ പറയുകയാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, കണ്ടപ്പന്റെ കൊണ്ടാട്ടം എന്ന ചെറുകഥ രചിച്ചതാര് എന്നുള്ളതാണ്. അത്ര ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമൊന്നുമല്ല. ആദ്യകാല ചെറുകഥാകൃത്തുക്കൾ എന്നുള്ളത് നമ്മളുടെ മലയാളം വിദ്യാർത്ഥികളായ നമ്മളെ സംബന്ധിച്ച് എല്ലാ പരീക്ഷകൾക്കും നെറ്റ് സെറ്റ് കേട്ടിട്ട് മുതൽ എല്ലാ പരീക്ഷകൾക്കും നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയയാണ് ആദ്യകാല കഥാകൃത്തുക്കൾ എന്നുള്ളത്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ്: ഓപ്ഷൻ എ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ, ഓപ്ഷൻ ബി അമ്പാടി നാരായണ പൊതുവാൾ, ഓപ്ഷൻ സി MR കേസി, ഓപ്ഷൻ ഡി ഗുണ്ടർട്ട് എന്നിവരാണ്. അപ്പൊ നമുക്കറിയാം, ആദ്യകാല ചെറുകഥാകൃത്തുക്കളിൽ എന്തായാലും നമ്മൾ ഗുണ്ടർട്ടിനെ അല്ലെങ്കിൽ കഥയുടെ ആ ഒരു സെക്ഷനിൽ നമ്മൾ ഗുണ്ടർട്ടിനെ ഉൾപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് അറിയാം. അപ്പൊ നമുക്ക് ഓപ്ഷൻ ഡി എന്ത് ചെയ്യാൻ പറ്റും? ഓപ്ഷൻ ഡി ഒഴിവാക്കാനായിട്ട് പറ്റും അല്ലെ. ഇനി ആദ്യകാല ചെറുകഥകൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചൊരു വിദ്യാർത്ഥിക്കാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് തന്നെ റീകളക്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. വേങ്ങേലിന്റെ ആണോ, അമ്പാടി നാരായണ പൊതുവാളിന്റെ ആണോ, CS ഗോപാലപണിക്കര്, അങ്ങനെ കുറെ പേരുണ്ടല്ലോ ആദ്യകാല ചെറുകഥാകൃത്തുക്കള്. അപ്പൊ കൃത്യമായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ഒരു ചെറുകഥ എടുത്ത് ചോദിക്കുമ്പോൾ നമുക്ക് ഇത് ആരുടെ കഥയാണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ കണ്ടപ്പന്റെ കൊണ്ടാട്ടം, ഇത്തരത്തിലുള്ള പേരുകൾ കുറച്ച് എന്താ പറയുക, രസകരമായിട്ടുള്ള പേരുകളോട് കൂടിയിട്ട് ആദ്യകാലത്ത് കഥകൾ എഴുതിയിട്ടുള്ള ആൾ ആരാണ് എന്ന് ആണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ ആരാണ്? ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി അമ്പാടി നാരായണ പൊതുവാളാണ് അല്ലെ. ഇപ്പൊ വേങ്ങയിലിന്റെ കഥകൾ നമുക്കറിയാം. എപ്പോഴും വേർതിരിച്ച് നിർത്തിക്കൊണ്ട്, നമുക്ക് കൺഫ്യൂഷൻ ആവുന്ന ഒരു ചോദ്യത്തിൽ നിന്ന് വേർതിരിച്ച് നിർത്തിക്കൊണ്ട് ഉത്തരം കണ്ടെത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അല്ലെ. അപ്പോൾ അമ്പാടി നാരായണ പൊതുവാളിന്റെ മെയിൻ ആയിട്ടുള്ള കുറച്ച് കഥകളിലൂടെ നമുക്ക് കടന്നു പോവാം. ഏതൊക്കെയാണ് അദ്ദേഹത്തിന്റെ കഥകൾ? കണ്ടപ്പന്റെ കൊണ്ടാട്ടം, കൈമളശ്ശന്റെ കല്യാണം, ആദരിച്ച പാതിര, വള കൊണ്ട വനിത, ഉളി പിടിച്ച കൈ, ബോധം വന്ന ഭൂതം. രസികരഞ്ജിനിയിലാണ് ഈ ബോധം വന്ന ഭൂതം എന്നുള്ള കഥ പ്രസിദ്ധീകരിക്കുന്നത്. അപ്പൊ ഈ പേരുകൾക്കകത്തൊക്കെ ഒരു രസികത്വം ഒളിഞ്ഞിരിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അത് വെച്ചിട്ട് തന്നെ നമുക്ക് അമ്പാടി നാരായണ പൊതുവാളിനെ വേഗം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പ്രധാനപ്പെട്ട കഥകൾ മാത്രമാണ് നമ്മൾ ഇവിടെ പെട്ടെന്ന് കടന്നു പോകുന്നത്. പരീക്ഷയ്ക്ക് അധിക നാളുകളില്ല. അപ്പൊ നമുക്ക് വിശദമായിട്ടുള്ള ഒരു വിശകലനത്തിലേക്കൊന്നും പോകാനായിട്ട് സാധിക്കില്ല. ഏറ്റവും പ്രധാനമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന എന്താണോ, പരീക്ഷയെ ഫോക്കസ് ചെയ്തുകൊണ്ട് അത് മാത്രമാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള കഥകളൊക്കെ ഒരുവിധം എല്ലാ ഓപ്ഷൻസിലും ചേരും പഠിക്കും എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഉളി പിടിച്ച കൈയും കൈമളശ്ശന്റെ കല്യാണവും ഒക്കെ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ഇനി നമുക്ക് ഓപ്ഷനകത്തുള്ള മറ്റൊരാൾ എന്ന് പറയുന്നത് MR കേസി ആണ് അല്ലെ. MR കേസി ചെങ്കുളത്ത് ചെറിയ കുഞ്ഞിരാമ മേനോൻ എന്നറിയപ്പെടുന്ന ആളാണ് MR കേസി. എന്താണ് അദ്ദേഹം ആദ്യകാല ചെറുകഥാകൃത്തുക്കളിൽ നിന്ന് അദ്ദേഹത്തെ വേർതിരിച്ചു നിർത്തുന്ന ഒരു സവിശേഷത എന്താണ്? സാമൂഹിക പ്രാധാന്യമുള്ള കഥകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സാമുദായിക പ്രാധാന്യമുള്ള കഥകൾ രചിച്ചിട്ടുള്ള ആദ്യകാല ചെറുകഥാകൃത്ത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചോദ്യം മുൻപ് വന്നിട്ടുണ്ട്. അത് MR കേസി ആണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ MR കേസിയുടെ പ്രധാനപ്പെട്ട കഥകൾ: കാലം പോയ പോക്ക്, ഇക്കണ്ടനുണ്ണിയുടെ തറവാട്, അച്ഛന്റെ ഒസ്യത്ത്, കണ്ണിപ്പറമ്പിലെ കൊലപാതകം, മച്ചാട്ടുമലയിലെ ഭൂതം. പ്രധാനപ്പെട്ട കഥകൾ മാത്രമാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഈ കണ്ണിപ്പറമ്പിലെ കൊലപാതകം, മച്ചാട്ടുമലയിലെ ഭൂതമൊക്കെ നമുക്ക് എപ്പോഴും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു കഥകളാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിരമായിട്ട് ചോദിക്കുന്ന കഥകളെ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ MR കേസിനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി
അടുത്ത നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്ന നമുക്ക് എല്ലാവർക്കും അറിയുന്ന നമ്മുടെ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരാണ്. ആദ്യത്തെ ചെറുകഥ എഴുതിയിട്ടുള്ള വാസനാവികൃതി എഴുതിയിട്ടുള്ള കുഞ്ഞിരാമൻ നായനാര്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ കഥ വാസനാവികൃതി 1966 കുംഭമലക്കത്തിലാണ് വരുന്നത്. 1891 വിദ്യാവിനോദിനിയിലാണ് വരുന്നത്. എല്ലാം ഓർത്തെടുക്കുക. പഠിച്ചതൊക്കെ ചിലർക്ക് 1891 എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവാറുണ്ട്. 91 തന്നെയാണ് എന്നുള്ളത് ഉറപ്പിക്കുക. അതിൽ ആരാണ് പ്രധാന കഥാപാത്രമായിട്ട് വരുന്നത്? ഇക്കണ്ടക്കുറുപ്പാണ് പ്രധാന കഥാപാത്രമായിട്ട് വരുന്നത് അല്ലെ. അതിന്റെ തുടക്കം, കഥകളുടെ തുടക്കം അവസാനം ചോദിക്കുക എന്നുള്ളത് നമ്മളുടെ പരീക്ഷകളിൽ സ്ഥിരം വന്നു കാണാറുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ അതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? രാജശിക്ഷ അനുഭവിച്ചിട്ടുള്ളതിൽ വെച്ച് എന്നെ പോലെ ഭാഗ്യഹീനന്മാരായി മറ്റാരും ഉണ്ടായിട്ടില്ല എന്നുള്ളതായിരുന്നു അതിന്റെ തുടക്കം അല്ലെ. ഓർക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്ന എല്ലാവരും, നമ്മൾ എല്ലാവരും പഠിച്ച കഥ തന്നെയാണ്. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. പക്ഷെ അതിന്റെ അവസാനത്തിൽ ഒരു ശ്ലോകം വെച്ചിട്ടാണ് അത് അവസാനിക്കുന്നത്. ഇക്കണ്ടക്കുറുപ്പ് ഒപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശ്ലോകം വെച്ചിട്ടാണ് അവസാനിക്കുന്നത് അല്ലെ. ശ്രുതി സ്മൃതിഭ്യാം വിഹിത പ്രദാദയഃ പുനന്തി പാപം ന ലുനന്തി വാസനാം അനന്തസേവാത്തു നിഗൃന്തതി ദ്വയീമിതി പ്രഭോ ത്വൽ പുരുഷ ബഭാഷിരേ അല്ലെ. നാരായണീയത്തിനകത്തുള്ള ഒരു ശ്ലോകമാണ്. ഇപ്പൊ അതും നമ്മുടെ ചോദ്യങ്ങളിൽ ഒരു ട്രെൻഡായിട്ട് വരുന്നുണ്ടല്ലോ. ഏതെങ്കിലുമൊക്കെ കൃതികളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗ്രന്ഥങ്ങള് ഭാഗങ്ങളൊക്കെ ഏതിലാന്ന് വരെ ചോദിക്കുന്ന ടൈപ്പിലേക്കൊക്കെ ചോദ്യങ്ങൾ മാറിപ്പോയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ ശ്രുതികളിലും സ്മൃതികളിലും ഒക്കെ പറഞ്ഞിട്ടുള്ള വ്രതം പോലുള്ള കാര്യങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുന്നു? പാപം മാറിപ്പോകുന്നു. പക്ഷെ പാപവാസന എന്നുള്ളത് അപ്പോഴും അവിടെ ബാക്കി നിൽക്കുകയാണ്. അപ്പോൾ അനന്തനെ സേവിക്കുന്ന, നാരായണനെ സേവിക്കുന്ന ഇതുകൊണ്ട് എന്ത് ചെയ്യുന്നു? പാപവും പാപവാസനയും എന്ത് ചെയ്യുന്നു? മാറിക്കിട്ടുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ കഥ അവസാനിക്കുന്നത്. അതായത് ജന്മനാ കള്ളനായിട്ടുള്ള ഇക്കണ്ടക്കുറുപ്പാണല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ പാപവാസന എങ്ങനെയാണ് മാറ്റിയെടുക്കേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ അവസാനിക്കുന്ന ഒരു കഥയാണത്. അപ്പോൾ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അദ്ദേഹത്തിന്റെ മറ്റു കഥകൾ ഏതൊക്കെയാണ്? ദ്വാരകയാണ് ഒരു പ്രധാനപ്പെട്ട കഥ. അതും പഠിച്ചിട്ടുള്ളത് തന്നെയാണ് എല്ലാവരും. ഒരു പൊട്ടഭാഗ്യം, മേനോക്കിയെ കൊന്നതാര്, മദ്രാശി പിത്തലാട്ടം, കഥയൊന്നുമല്ല, പാതാള രാജാവ്. ഇതൊക്കെ നമ്മൾ ആദ്യം മുതലേ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്ന സാധനങ്ങളാണ്. നമ്മുടെ മനസ്സിൽ അത്രയും പതിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ ദ്വാരക ഇങ്ങോട്ട് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഒരു പൊട്ടഭാഗ്യം, മേനോക്കിയെ കൊന്നതാര്, മദ്രാശി പിത്തലാട്ടം, കഥയൊന്നുമല്ല, പാതാള രാജാവ്, അതിങ്ങനെ കൂടെ പോരണം. ഓക്കെ, അപ്പൊ വേങ്ങയിൽ കഴിഞ്ഞു. ഇനി ഗുണ്ടർട്ടിനെ നമ്മളൊന്ന് നോക്കി പോകുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? മലയാള ഭാഷാ വ്യാകരണം തീർച്ചയായിട്ടും, പിന്നെ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു, പഴഞ്ചൊൽ മാല, പിന്നെ 1000 പഴഞ്ചൊൽ എന്ന് പറഞ്ഞിട്ടൊരു കൃതിയുണ്ട്, കേരളോൽപ്പത്തി, നളചരിത സാരശോധന. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഗുണ്ടർട്ടിനെ നമ്മളൊന്ന് ഓടിച്ച് നോക്കി പോകുമ്പോൾ നമുക്ക് നോക്കാനായിട്ട് പറ്റുന്ന കൃതികൾ അല്ലെ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യന് നമ്മൾ ആരിലൂടെയൊക്കെ കടന്നുപോയി? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരിലൂടെ കടന്നുപോയി. അമ്പാടി നാരായണ പൊതുവാളെ നമ്മൾ നോക്കി, MR കേസിയെ നോക്കി, ഗുണ്ടർട്ടിന്റെ കൃതികളൊന്ന് നോക്കി. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാഘർത്താവിവ സംപൃക്തൗ വാഘർത്ത പ്രതിപത്തയെ ജഗതഃ പിതരൗ വന്ദേ പാർവതി പരമേശ്വരൗ. ഏത് കൃതിയിലാണ് ഇതുള്ളത്? ഓപ്ഷൻ എ അഭിജ്ഞാന ശാകുന്തളം, ഓപ്ഷൻ ബി മേഘസന്ദേശം, ഓപ്ഷൻ സി കുമാരസംഭവം, ഓപ്ഷൻ ഡി രഘുവംശം. അല്ലേ? നമ്മൾ കാളിദാസന്റെ കൃതികളും അതിന്റെ ഉള്ളടക്കവും കാര്യങ്ങളൊക്കെ മലയാള സാഹിത്യം എടുത്ത് നമ്മൾക്ക് എന്താണ് സബ് പേപ്പറായിട്ട് സാൻസ്ക്രിറ്റ് ഉള്ളതാണ്, സാൻസ്ക്രിറ്റിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വന്ദന ശ്ലോകം, പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് വരുന്നത് ഏതിലാണ്? അഭിജ്ഞാന ശാകുന്തളത്തിലാണോ, മേഘസന്ദേശത്തിലാണോ? എല്ലാം കാളിദാസന്റെ ആണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതിലാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ശ്ലോകമാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അപ്പൊ ഏതാണ് ഉത്തരം? ഓപ്ഷൻ ഡി രഘുവംശമാണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. രഘുവംശത്തിന്റെ തുടക്കത്തിലാണ് കാളിദാസൻ ഇത്തരത്തിലൊരു പ്രാർത്ഥന നടത്തുന്നത്. എന്താണ്? വാഘർത്ഥാവിവ സംപൃക്ത, വാക്കും അർത്ഥവും പോലെ, നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ശ്ലോകമാണ് അല്ലെ. വാക്കും അർത്ഥവും പോലെ ചേർന്നിരിക്കുന്ന പാർവതി പരമേശ്വരന്മാരെ വന്ദിക്കുന്നു, ജഗത്തിന്റെ പിതാക്കളായിട്ടുള്ള പാർവതി പരമേശ്വരന്മാരെ വന്ദിച്ച് ഞാൻ തുടങ്ങുന്നു എന്നുള്ള കൃതി എന്നാരംഭിക്കുന്ന കൃതി ഏതാണ്? രഘുവംശമാണ് കാളിദാസന്റെ. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. എന്താണ് ആധുനികത? ആരുടെ രചനയാണിത്? നമ്മളെ സംബന്ധിച്ച് വളരെ എളുപ്പമുള്ള ഒരു ചോദ്യം അല്ലെ. എന്താണ്? ഓപ്ഷൻ എ എം മുകുന്ദൻ, ഓപ്ഷൻ ബി നരേന്ദ്രപ്രസാദ്, ഓപ്ഷൻ സി വി രാജകൃഷ്ണൻ, ഓപ്ഷൻ ഡി KP അപ്പൻ. അപ്പൊ നമുക്ക് വിമർശനത്തിന്റെ അല്ലെങ്കിൽ നിരൂപണത്തിന്റെ ഒരു സെക്ഷൻ എടുക്കുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ആളുകളാണ് ഇതിൽ ഓപ്ഷൻസിൽ കാണുന്ന മിക്കവരും അല്ലെ. എം മുകുന്ദനെ നമുക്ക് കഥയിലും നോവലിലും ഒക്കെ നമ്മൾ പഠിക്കുന്ന ആളാണ്. ഇവിടെ ആൻസർ ഏതാണ്? നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ആൾ തന്നെയാണ്. ആരാണ്? ഓപ്ഷൻ എ എം മുകുന്ദന്റെ പഠനമാണ്.
പഠനം എന്നുള്ള ഒരു മേഖലയിൽ വളരെ കുറച്ച് കൃതികളെ എഴുതിയിട്ടുള്ളൂ. അതിൽ ഒന്നാണ് ഏതെന്ന് പറയുന്നത് എന്താണ് ആധുനികത എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു പഠനം എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ളവരോ നരേന്ദ്രപ്രസാദ്, വി രാജകൃഷ്ണൻ, KP അപ്പൻ, ആശാ മേനോൻ, ഇവരിലൂടെയൊക്കെ നമ്മൾ ഒന്നും കൂടി കണ്ണോടിച്ച് പോകേണ്ടതാണ്. SSLC പരീക്ഷ എഴുതുന്ന ആളുകൾ എന്നുള്ള നിലയിൽ ഇപ്പോൾ നിലവിൽ മലയാളത്തിൽ ഉള്ള എന്താണ് ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പരീക്ഷ എഴുതാൻ പോകുന്ന ആളുകളാണ് നമ്മൾ. അപ്പൊ നമ്മുടെ അറിവും അത്രയും എന്തായിരിക്കണം, ഉയരത്തിലായിരിക്കണം. അപ്പൊ നമുക്ക് ഓരോരുത്തരായിട്ടൊന്ന് നോക്കി പോവാം. അത് തന്നെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞാൽ ഭൂരിപക്ഷം പേർക്കും അറിയുന്ന ചോദ്യങ്ങളായിരിക്കാം. അതല്ല നമ്മൾ ഒരു പരീക്ഷയ്ക്ക് പോകുന്നതിലൂടെ ചെയ്യുന്നത്. നമുക്ക് പഠിച്ചത് ഓർമ്മിച്ചെടുക്കാനും റികളക്ട് ചെയ്യാനും വീണ്ടും വീണ്ടും പഠിക്കാനും അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചേർത്ത് വെക്കണം എന്നും വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കാനുമായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഓരോ ഓപ്ഷനിലൂടെ ഒന്നുകൂടി പോയി നോക്കാം. KP അപ്പൻ, അദ്ദേഹത്തെ നമ്മൾ KP അപ്പനെ എടുക്കുമ്പോൾ പ്രധാനമായിട്ട് പറയുന്ന കൃതി ഏതാണ്? തിരസ്കാരമാണ്. മറ്റു കൃതികൾ ശോഭിക്കുന്നവരുടെ സുവിശേഷമാണ്, കലഹവും വിശ്വാസവും, മാറുന്ന മലയാള നോവൽ, ഉത്തരാധുനികത, വർത്തമാനവും വംശാവലിയും, സമയപ്രവാഹവും സാഹിത്യകലയും, കഥ, ആഖ്യാനവും അനുഭവസത്തയും, ബൈബിൾ, വെളിച്ചത്തിന്റെ കവചം, വിവേകശാലിയായ വായനക്കാര, മധുരം, നിന്റെ ജീവിതം, ഇന്നലെകളിലെ അന്വേഷണ പരിശോധനകൾ, ചരിത്രത്തെ നിങ്ങൾക്കൊപ്പം കൂട്ടുക, പേനയുടെ സമരമുഖങ്ങൾ, രോഗവും സാഹിത്യഭാവനയും. ഇത്രയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത്. ഇനിയും അനേകം ഉണ്ടായിരിക്കാം, പക്ഷെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതിലൂടെ മാത്രമാണ് കടന്നു പോകുന്നത്. ഈ തിരസ്കാരവും ശോഭിക്കുന്നവരുടെ സുവിശേഷവും മാറുന്ന മലയാള നോവലൊക്കെ സ്ഥിരമായിട്ട് പരീക്ഷകൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? KP അപ്പനെ മനസ്സിലേക്ക് കൊണ്ടുവരണം. വി രാജകൃഷ്ണൻ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരാളാണ് വി രാജകൃഷ്ണൻ. മണിമുഴക്കത്തിന്റെ പൊരുൾ തേടി, ആളൊഴിഞ്ഞ അരങ്ങ്, ചെറുകഥയുടെ ഛന്ദസ്, കാഴ്ചയുടെ അശാന്തി, മൗനം തേടുന്ന വാക്ക്, രോഗത്തിന്റെ പൂക്കൾ, മറുതിര കാത്തു നിന്നപ്പോൾ, ചുഴികൾ ചിപ്പികൾ, ഭ്രഷ്ടിന്റെ നാനാർത്ഥങ്ങൾ. ഇതിൽ പല കൃതികളും എന്താണ്, ചേരുംപടിക്കായിക്കോട്ടെ അല്ലെങ്കിൽ ഒരൊറ്റ കൃതിയായിട്ട് എടുത്ത് ചോദിക്കോട്ടെ. രോഗത്തിന്റെ പൂക്കളൊക്കെ കഴിഞ്ഞ നെറ്റ് എക്സാമിനൊക്കെ ഒറ്റ കൃതിയായിട്ട് എടുത്ത് ചോദിച്ച ഒരു ചോദ്യമാണ്. രോഗത്തിന്റെ പൂക്കൾ എന്നുള്ളത് ആരുടെ നിരൂപണ ഗ്രന്ഥമാണ് എന്നുള്ളതായിരുന്നു ചോദ്യം. അതിൽ ഈ പറയുന്ന പോലെ ആശാ മേനോനും KP അപ്പനും ഒക്കെ തന്നെയായിരുന്നു ഓപ്ഷനുകളിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അവരെയൊക്കെ നമ്മൾ വളരെ പ്രധാനമായിട്ട് നോക്കി പോവേണ്ടതാണ് എന്നുള്ളത് തന്നെയാണ് അത്തരത്തിലുള്ള ചോദ്യങ്ങളുടെ ആവർത്തനവും ഒക്കെ സൂചിപ്പിക്കുന്നത്. അടുത്ത ഇതിലേക്ക് പോകുമ്പോൾ നരേന്ദ്രപ്രസാദ്, അദ്ദേഹത്തിന്റെ നാടകമാണ് സൗപർണിക എന്നുള്ളത്. നാടകത്തിലും നമ്മൾ നിരൂപണത്തിലും നോക്കേണ്ട ഒരാൾ തന്നെയാണ് നരേന്ദ്രപ്രസാദ്. ജാതി പറഞ്ഞാൽ എന്താണ്, അതുപോലെ അലഞ്ഞവർ അന്വേഷിച്ചവർ, ഭാവുകത്വം മാറുന്നു, നിഷേധികളെ മനസ്സിലാക്കുക, ആധുനികതയുടെ മധ്യാഹ്നം. ഈ ആധുനികതയുടെ മധ്യാഹ്നവും ആരുടെ കൃതിയാണ് എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം നമുക്ക് മുൻപ് വന്നിട്ടുണ്ട്. നരേന്ദ്രപ്രസാദാണ് അതിന്റെ ഉത്തരം. അതുപോലെ നരേന്ദ്രപ്രസാദിനെ നായകനാക്കിയിട്ട് ചുള്ളിക്കാട് രചിച്ചിട്ടുള്ള ഒരു കവിതയുണ്ട്. കവിതയുടെ പേര് പ്രതിനായകൻ എന്നാണ്. അതും നമുക്ക് മുൻപ് തിരിച്ചും മറച്ചും ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പ്രതിനായകൻ എന്ന കവിത എഴുതിയത് ആര്? ചുള്ളിക്കാടാണ്. ആരെ പറ്റിയിട്ടാണ് എഴുതിയിട്ടുള്ളത്? നരേന്ദ്രപ്രസാദാണ് അതിൽ നായകനായിട്ടുള്ളത്. അതിൽ CJ തോമസ് ഒക്കെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നതുകൊണ്ട് പലരും CJ തോമസിനൊക്കെയാണ് ക്ലിക്ക് ചെയ്തത്. പക്ഷെ നരേന്ദ്രപ്രസാദാണ് ഉത്തരമായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, അന്യാപദേശ രീതി ചെറുകഥയിൽ ഫലപ്രദമായി ഉപയോഗിച്ച എഴുത്തുകാരൻ ആരാണ് എന്നുള്ളതാണ്. അന്യാപദേശ രീതി അല്ലെ, ചെറുകഥയിൽ ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള എഴുത്തുകാര് താഴെ പറയുന്നവരിൽ ആരാണ്? ഓപ്ഷൻ A T പത്മനാഭൻ, ഓപ്ഷൻ B MT വാസുദേവൻ നായർ, ഓപ്ഷൻ C M സുകുമാരൻ, ഓപ്ഷൻ D NS മാധവൻ. അല്ലെ, കഥയിലുള്ള ഒരുവിധം പ്രധാനപ്പെട്ട അധികായന്മാരൊക്കെ നമ്മുടെ ഓപ്ഷനകത്ത് ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് നമ്മൾ ഒരാളെ, അന്യാപദേശ രീതി ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിച്ച ഒരാളെന്ന രീതിയിൽ ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇവിടെ ഓപ്ഷൻ C M സുകുമാരനാണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ M സുകുമാരൻ ആധുനികതയ്ക്കകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് അല്ലെ. ആധുനികതയിൽ രാഷ്ട്രീയം കൊണ്ടുവന്നത് M സുകുമാരനാണ് എന്ന് പലപ്പോഴും നമ്മൾ വിലയിരുത്തി കാണാറുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? ആദ്യത്തെ സമാഹാരം തൂക്കുമരങ്ങൾ ഞങ്ങൾക്ക് എന്നുള്ളതാണ് എപ്പോഴും ചോദിക്കുന്ന വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു കഥയാണ് തൂക്കുമരങ്ങൾ ഞങ്ങൾക്ക്. ചരിത്രഗാഥ, കുഞ്ഞപ്പൂവിന്റെ ദുസ്വപ്നങ്ങൾ, ചുവന്ന ചിഹ്നങ്ങൾ, വ്യഥ, വഞ്ചിക്കുന്നം പതി, അസുര സങ്കീർത്തനം, മരിച്ചിട്ടില്ലാത്തവരുടെ സ്മാരകങ്ങൾ. മരിച്ചിട്ടില്ലാത്തവരുടെ സ്മാരകങ്ങൾക്ക് 1976 കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡിന് ഞാൻ ചുരുക്കി എഴുതിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. 1976 മരിച്ചിട്ടില്ലാത്തവരുടെ സ്മാരകങ്ങൾക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ്, പുതിയൊരു കഥാ സംസ്കാരം ഭാഷയിൽ ആരംഭിക്കേണ്ടത് ഇത്തരത്തിലുള്ള ഇദ്ദേഹത്തിന്റെ M സുകുമാരന്റെ കഥകളിൽ നിന്നാണ് എന്ന് സച്ചിദാനന്ദ മാഷൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ട്. സുകുമാരന്റെ പ്രസക്തി എന്ന് പറയുന്ന ഒരു ലേഖനത്തിൽ അദ്ദേഹത്തിന്റെ
അങ്ങനെ ഒരു അഭിപ്രായം അദ്ദേഹം പുറപ്പെടുവിക്കുന്നുണ്ട്. അതായത് ആധുനികതയുടെ രാഷ്ട്രീയവൽക്കരണം എന്ന തന്റെ ദൗത്യ നിർവഹണത്തിൽ വിജയകരമായി പൂർത്തിയായെന്ന് ഞാൻ സമർത്ഥിക്കുകയില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ വിജയങ്ങളും പരാജയങ്ങളും അദ്ദേഹത്തിന്റെ ലക്ഷ്യം അതീവ പ്രസക്തമാണെന്നതുകൊണ്ട് തന്നെ ഒരേപോലെ പ്രധാനമാണെന്നും പുതിയൊരു കഥാസംസ്കാരം നമ്മുടെ ഭാഷയിൽ ആരംഭിക്കേണ്ടത് ഈ കഥകളിൽ നിന്ന് തന്നെയാണെന്നും ഞാൻ കരുതുന്നു എന്ന് സച്ചിദാനന്ദ മാഷ് എം സുകുമാരന്റെ കഥകളെ പറ്റിയിട്ട് അഭിപ്രായപ്പെടുന്നുണ്ട്. വളരെ എന്താണ് സ്ട്രോങ് ആയിട്ടുള്ള വിശപ്പൊക്കെ വളരെ തീവ്ര പ്രതീകമായിട്ട് കടന്നു വരുന്ന കഥകൾ എഴുതിയിട്ടുള്ള ഒരാൾ കൂടിയാണ് എം സുകുമാരൻ എന്ന് പറയുന്നത്. ഓക്കെ, മറ്റുള്ളവരെ നമുക്ക് ഒഴിച്ചു നിർത്താൻ പറ്റുന്ന ആളുകളല്ല കഥയ്ക്കകത്ത്. നമുക്കറിയാം എൻ എസ് മാധവന്റെ തിരുത്തും അതുപോലെ എം ടി വാസുദേവൻ നായരുടെ കഥകളും എല്ലാം ടി പത്മനാഭനെ ഒന്നും നമുക്ക് ഒഴിച്ചു നിർത്താനായിട്ട് പറ്റില്ല. അപ്പൊ എല്ലാവരെയും നോക്കി പോവുക എന്നുള്ളത് ഇതാണ്. നമ്മളൊരു ചോദ്യം കാണുമ്പോൾ അവസാന ഘട്ടത്തിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ആ ചോദ്യത്തിനകത്തുള്ള ഓപ്ഷനുകളിൽ കൂടെയൊക്കെ നമ്മുടെ നോട്ടുകളിൽ കൂടി ഒന്നുകൂടി കടന്നു പോവാം. അപ്പൊ ഈ ഒരു ചോദ്യം പഠിച്ചു കഴിഞ്ഞാൽ ടി പത്മനാഭനെ ഒന്നും കൂടി നമുക്ക് മറച്ചു നോക്കാം, എം ടിയെ നമുക്ക് ഒന്നുകൂടി മറച്ചു നോക്കാം. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിധേയൻ എന്ന സിനിമയ്ക്ക് ആധാരമായി സ്വീകരിച്ചത് ആരുടെ രചനയാണ്? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അല്ലേ? HSST സ്റ്റുഡൻസ് ആയിട്ടുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തില്ല, ആർക്കും കൺഫ്യൂഷൻ ഇല്ല ഈ ഒരു ചോദ്യത്തിനകത്ത്. ഓപ്ഷൻ ബി സക്കറിയയാണ് ആൻസർ അല്ലേ? സക്കറിയയുടെ ഭാസ്കര പട്ടേലരും എന്റെ ജീവിതവും എന്നുള്ള കഥയാണ് എന്തായിട്ടുള്ളത്, അടൂര് വിധേയൻ എന്നുള്ള സിനിമ ആക്കിയിട്ടുള്ളത്. ഓക്കെ, അതുപോലെ CV ശ്രീരാമന്റെ വാസ്തുഹാര സിനിമയാക്കിയിട്ടുണ്ട്. മാധവിക്കുട്ടിയുടെ നഷ്ടപ്പെട്ട നീലാംബരി സിനിമയാക്കി, മഴ എന്നുള്ള സിനിമയായി മാറിയിട്ടുണ്ട്. അങ്ങനെ അനുകൽപ്പനങ്ങൾ സ്ഥിരമായിട്ട് നമ്മളുടെ പരീക്ഷകൾക്ക് ചോദിക്കുന്ന ഒരു ഏരിയയാണ്. അത് കൃത്യമായിട്ട് നമ്മൾ നോക്കി പോകേണ്ടത് തന്നെയാണ്. പ്രത്യേകിച്ച് പുതിയ സിനിമകൾ, പുതിയ അനുകൽപ്പനകളിൽ നിന്നൊക്കെ കൃത്യമായിട്ട് ചോദ്യങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൂടി നമ്മളൊന്ന് ശ്രദ്ധിച്ച് പോവേണ്ടത് തന്നെയാണ്. അപ്പൊ പ്രധാനമായിട്ട് നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ഏതൊക്കെയാണ്? മതിലുകൾ, ബഷീറിന്റെ മതിലുകൾ എന്നുള്ള കഥ അടൂര് സിനിമയാക്കിയിട്ടുണ്ട് അല്ലെ? അതുപോലെ പത്മരാജന്റെ ഉദകപ്പോള എന്നുള്ള കഥ തന്നെയാണ് അദ്ദേഹത്തിന്റെ തൂവാനത്തുമ്പികൾ എന്നുള്ള സിനിമയായിട്ടുള്ളത്. അതുപോലെ പത്മരാജന്റെ ഓർമ്മ എന്നുള്ള കഥയാണ് ബ്ലസ്സി തന്മാത്ര എന്നുള്ള മോഹൻലാലിന്റെ സിനിമയാക്കിയിട്ട് മാറ്റിയിട്ടുള്ളത്. MTയുടെ ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ എന്നുള്ള ചെറുകഥയാണ് ഹരിഹരൻ എന്ന് സ്വന്തം ജാനകിക്കുട്ടി എന്നുള്ള സിനിമയാക്കി മാറ്റിയിട്ടുള്ളത്. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം എന്നുള്ള നോവലാണ് പത്മരാജൻ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്നുള്ള സിനിമയാക്കിയിട്ട് മാറ്റിയത്. അതുപോലെ ഒരുപാട് അനുകൽപ്പനങ്ങൾ വരുന്നുണ്ട്. ഉണ്ണിയാറിന്റെ ലീല എന്ന് പറയുന്ന കഥ രഞ്ജിത്ത് സിനിമയാക്കിയിട്ടുണ്ട്. അതുപോലെ ജോർജ് ഓണക്കൂറിന്റെ ഉൾക്കടല്, മലയാളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് ചിത്രം എന്നറിയപ്പെടുന്ന ഉൾക്കടലാണ്. അതേ പേരിൽ തന്നെ KG ജോർജ് സിനിമയാക്കിയിട്ടുണ്ട്. അതുപോലെ OV വിജയന്റെ വളരെ പ്രധാനപ്പെട്ട അരിമ്പാറ എന്നുള്ള ഒരു ചെറുകഥ നമുക്ക് വായിക്കുമ്പോൾ അത്രയും നമ്മളെ കൊളുത്തി വലിക്കുന്ന രീതിയിലുള്ള ശക്തമായിട്ടുള്ള ഒരു കഥയാണ് അരിമ്പാറ. അരിമ്പാറ സിനിമയാക്കിയിട്ടുണ്ട്. മുരളി നായർ അതേ പേരിൽ തന്നെ സിനിമയാക്കിയിട്ടുണ്ട്. അതുപോലെ ഷേക്സ്പിയറിന്റെ ഹാംലെറ്റ് കർമ്മയോഗി എന്നുള്ള സിനിമയായി. ഒഥല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാം. കളിയാട്ടം, സുരേഷ് ഗോപി അഭിനയിച്ചിട്ടുള്ള കളിയാട്ടം എന്നുള്ള സിനിമയായിട്ടുണ്ട്. പിന്നെ KR മീരയുടെ ഗില്ലറ്റിൻ എന്നുള്ളത് ഗുൽമോഹർ എന്നുള്ള സിനിമയായിട്ടുണ്ട്, ജയരാജ് സംവിധാനം ചെയ്തിട്ട്. അതുപോലെ VJ ജെയിംസിന്റെ പ്രണയോപനിഷത്ത് എന്നുള്ള കഥയാണ് മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്നുള്ള മോഹൻലാൽ സിനിമയായി മാറിയിട്ടുള്ളത്. അതൊരു വട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചതുമാണ്. അതുപോലെ സുഭാഷ് ചന്ദ്രന്റെ പറുദീസ നഷ്ടം, അതാണ് മൈ മദേഴ്സ് ലാപ്ടോപ്പ് എന്നുള്ള സിനിമയായിട്ട് മാറിയത്. അതും ഈ ഇടയ്ക്ക് സുഭാഷ് ചന്ദ്രന്റെ ഏത് കഥയാണ് മൈ മദേഴ്സ് ലാപ്ടോപ്പ് എന്നുള്ള സിനിമയായത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ മൈ മദേഴ്സ് ലാപ്ടോപ്പ് എന്നുള്ള സിനിമയിലാണ് ജലശയ്യയിൽ കുളിരമ്പിളി എന്നുള്ള പാട്ടൊക്കെ വരുന്നത്. ഓക്കെ, അപ്പൊ പറഞ്ഞു പോയത് മാത്രമല്ല. അപ്പൊ അനുകൽപ്പനകൾ നമുക്ക് ഒഴിച്ചു നിർത്താൻ പറ്റുന്ന ഒരു പോർഷൻ അല്ല. അപ്പൊ നമുക്ക് സ്ഥിരമായിട്ട് വിധേയനെ തന്നെ ചോദിച്ചു എന്ന് വിചാരിച്ച് അത് തന്നെ വന്നോളണമെന്നില്ല. ബാക്കിയുള്ളത് ഇപ്പൊ അടൂരിന്റെ വിധേയൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടൂരിലൂടെ കടന്നു പോകണം. ആ ചോദ്യവുമായി ബന്ധപ്പെട്ട ഏതൊക്കെ ആളുകളുണ്ടോ, ഏതൊക്കെ സെക്ഷൻസ് ഉണ്ടോ അതിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കവിതയും പദ്യവും ആരുടെ ലേഖനമാണ്? ഓപ്ഷൻ A KR കൃഷ്ണപിള്ള, B C അന്തപ്പായി, C S ഗുപ്തൻ നായർ, D MR നായർ. അല്ലെ? MR നായർ ആരാ? സഞ്ജയനാണ് അല്ലെ? അതും നമുക്ക് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് തൂലികാനാമങ്ങളും പിന്നെ അവരുടെ മുഴുവൻ പേരും ഒക്കെ ചോദിക്കാറുണ്ട് PSC. അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറയുന്ന ഏതാണ്? കവിതയും പദ്യവും ആരുടെ ലേഖനമാണ്? ഓപ്ഷൻ B C അന്തപ്പായി ആണ് നമ്മുടെ ആൻസർ. അന്തപ്പായി നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അന്തപ്പായിനെ പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ വരേണ്ട പുസ്തകം ഏതാണ്? ഭാഷാ നാടക പരിശോധനയാണ് അല്ലെ? അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മികച്ചൊരു സംഭാവനയായിട്ട് നമ്മൾ കണക്കാക്കുന്ന ഒരു കൃതിയാണ് ഭാഷാ നാടക പരിശോധന. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ദേവീവിലാസം,
ഭവഭൂതിയുടെ മാലതീമാധവം, തോട്ടക്കാട്ടിക്കാവമ്മയുടെ സുഭദ്രാർജുനം എന്നീ നാടകങ്ങളൊക്കെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഖണ്ഡന നിരൂപണത്തിന് വിധേയമാക്കുന്നുണ്ട്. ഭാരതീയേതരമായിട്ടുള്ള ഒരു നിരൂപണ രീതി, മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചിട്ട് ആദ്യമായിട്ട് മലയാളത്തിലെ നാടകങ്ങളെ പഠിക്കുന്നതൊക്കെ ആരാണ്? സി അന്തപ്പായിയാണ്. അദ്ദേഹത്തിന്റെ 4 പേരിൽ ഒരുത്തൻ അഥവാ നാടകാദ്യം കവിത്വം എന്നുള്ളത് 1893 പുറത്തിറങ്ങിയ കൃതി. അത് നമ്മൾ നോവലിന്റെ സെക്ഷനിലാണ് ഉൾപ്പെടുത്തുന്നത്. പക്ഷെ പ്രഹസനം എന്നുള്ള രീതിയിലും പറഞ്ഞു കാണുന്നുണ്ട്. പ്രഹസനം എന്നുള്ള രീതിയിലാണ് മുണ്ടശ്ശേരിയൊക്കെ അതിനെ വിലയിരുത്തുന്നത്. പിന്നെ അന്തപ്പായെ പറ്റി പറയേണ്ടത് ശാരദ പൂർത്തിയാക്കാൻ ശ്രമിച്ച ഒരാളാണ് എന്നുള്ളൊരു കാര്യം കൂടിയാണ് കൂട്ടിച്ചേർക്കേണ്ടത്. അതുപോലെ തന്നെ നാടകം പ്രകൃതി ദർപ്പണമാകണം എന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ള ആദ്യകാല നിരൂപകരിൽ ഒരാൾ കൂടിയാണ് സി അന്തപ്പായി എന്നുകൂടി നമ്മളിവിടെ ഓർമ്മിക്കേണ്ടതുണ്ട്. അടുത്ത ചോദ്യം, പ്രാചീന കാളിദാസൻ ശബ്ദഭംഗിയിൽ ലേശം മനസ്സ് വച്ചില്ല എന്ന് പറഞ്ഞത് ആരാണ് എന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ എ കേരളവർമ്മ, ഓപ്ഷൻ ബി AR രാജരാജവർമ്മ, ഓപ്ഷൻ സി മാരാർ, ഓപ്ഷൻ ഡി മുണ്ടശ്ശേരി. അപ്പോൾ നമ്മുടെ നിരൂപണത്തിലെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് പ്രാചീന കാളിദാസൻ ശബ്ദഭംഗിയിൽ ലേശം മനസ്സ് വെച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് ആരാണെന്നാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. നമുക്കൊരു ഊഹം വെച്ച് ഇതിലേക്ക് എത്താം, രാജരാജവർമ്മയിലേക്ക് എത്താനായിട്ട് നമുക്ക് പറ്റും. അത് പറ്റുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്കറിയാം, കേരളവർമ്മയുടെ മയൂര സന്ദേശം അല്ലെ, അത് നിരൂപണം ചെയ്യുന്ന സമയത്ത് മർമ്മപ്രകാശം എന്നുള്ള ARന്റെ കൃതി പുറത്തിറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? കാളിദാസന്റെ മേഘസന്ദേശത്തെ പോലും അതിശയിക്കുന്നു എന്നുള്ള രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ, മയൂര സന്ദേശത്തെ ഭയങ്കരമായിട്ട് രാജരാജവർമ്മ അതിനകത്ത് പുകഴ്ത്തുന്നുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഒരു അഭിപ്രായം വന്നു കാണാൻ തക്കതായിട്ടുള്ള കൃതി ഏതായിരിക്കും? മർമ്മപ്രകാശമായിരിക്കാം. മർമ്മപ്രകാശം എഴുതിയത് AR രാജരാജവർമ്മയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് ആര് തന്നെ ആയിരിക്കണം? ആൻസർ ബി, ഓപ്ഷൻ ബി AR രാജരാജവർമ്മയാണ്. ഓക്കെ, പ്രാചീന കാളിദാസൻ ശബ്ദഭംഗിയിൽ ലേശം മനസ്സ് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞത് AR രാജരാജവർമ്മയാണ്. അതോടൊപ്പം തന്നെ കേരളവർമ്മയുടെ മയൂര സന്ദേശത്തെ അങ്ങേയറ്റം പുകഴ്ത്താനും അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല? മടിക്കുന്നില്ല എന്നുള്ളതാണ്. അടുത്ത ചോദ്യം 8. ഉമ്മാച്ചുവിലെ ഹാംലെറ്റ് ആരുടെ നിരൂപണമാണ്? ഓപ്ഷൻ എ M ലീലാവതി, ഓപ്ഷൻ ബി MN വിജയൻ, ഓപ്ഷൻ സി സുകുമാർ അഴീക്കോട്, ഓപ്ഷൻ ഡി KP അപ്പൻ. അപ്പോൾ ഉമ്മാച്ചുവിലെ ഹാംലെറ്റ് എന്നുള്ളത് ആരുടെ നിരൂപണമാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യം. അപ്പൊ ലീലാവതി ടീച്ചർ ഉണ്ട്, വിജയ മാഷ് ഉണ്ട്, അഴീക്കോട് മാഷ് ഉണ്ട്, KP അപ്പൻ ഉണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഒരാളെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ തിരഞ്ഞെടുക്കാം. ഓപ്ഷൻ സി സുകുമാർ അഴീക്കോടിന്റെയാണ് ഉമ്മാച്ചുവിലെ ഹാംലെറ്റ് എന്നുള്ള ആ ഒരു പഠനം എന്ന് പറയുന്നത്. അപ്പോൾ അഴീക്കോടിനെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയാത്ത ഒരാൾ തന്നെയാണ്. അഴീക്കോടിന്റെ കൃതികൾ നമുക്കൊന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളെ മാത്രമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അതും പ്രസിദ്ധീകരണ വർഷം അനുസരിച്ചാണ് അടുക്കി പെറുക്കി വെച്ചിട്ടുള്ളത്. കഴിഞ്ഞ പരീക്ഷകൾക്കൊക്കെ ആശാന്റെ കൃതികൾ അഴീക്കോടിന്റെ കൃതികൾ നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ അതിന്റെ പ്രസിദ്ധീകരണ ക്രമവും ഒക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് തന്നെയാണ്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളുടെ ഒരു പ്രസിദ്ധീകരണ വർഷക്രമം അനുസരിച്ച് ഒന്ന് നോക്കി വെക്കുകയാണ് നമ്മൾ. ആശാന്റെ സീതാകാവ്യം 1954, രമണനും മലയാള കവിതയും 1956, ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു 1963 അല്ലെ. കവി എന്നുള്ള നിലയിൽ ശങ്കരക്കുറുപ്പിന് സ്വന്തമായി വള്ളവും വലയും ഇല്ല എന്നൊക്കെ അഴീക്കോട് രൂക്ഷമായിട്ട് വിമർശിക്കുന്ന ഒരാളാണ് ശങ്കരക്കുറുപ്പ്. ശങ്കരക്കുറുപ്പിനെ തീവ്രമായിട്ട് തന്നെ അഴീക്കോട് വിമർശന വിധേയമാക്കുന്നുണ്ട്. മലയാള സാഹിത്യ വിമർശനം 1981 അദ്ദേഹത്തിന്റെ അഴീക്കോടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി. 85 അതിന് കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിക്കുന്നുണ്ട്. അതുപോലെ തത്വമസി 1984 പുറത്തിറങ്ങുന്നത്. ഉപനിഷത്തുകളെ കുറിച്ചൊക്കെ പഠന വിധേയമാക്കുന്ന അദ്ദേഹത്തിന്റെ കൃതിയാണ് തത്വമസി എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഉള്ളത് ഖണ്ഡനവും മണ്ഡനവും, ഗുരുവിന്റെ ദുഃഖം തുടങ്ങിയിട്ട് കുറേ കൃതികൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട കൃതികളെങ്കിലും അറ്റ്ലീസ്റ്റ് അവയുടെ പ്രസിദ്ധീകരണ വർഷത്തിനനുസരിച്ചൊക്കെ കൃത്യമായും വ്യക്തമായും മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന്റെ കൂടെ ചെയ്യേണ്ട ഒരു കാര്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മുണ്ടയ്ക്കൽ സന്ദേശം ഒരു മുഴുത്ത ചിരി എഴുതിയത് ആരാണ്? ശൂരനാട് കുഞ്ഞൻപിള്ള, ഓപ്ഷൻ ബി കുട്ടിക്കൃഷ്ണമാരാർ, ഓപ്ഷൻ സി ഇളംകുളം കുഞ്ഞൻപിള്ള, ഓപ്ഷൻ ഡി ഉള്ളൂർ. അപ്പൊ മുണ്ടയ്ക്കൽ സന്ദേശം ഒരു മുഴുത്ത ചിരി നമ്മൾ ഡിഗ്രി ക്ലാസ്സുകൾ മുതൽ തന്നെ സന്ദേശകാവ്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അന്ന് മുതലേ നമുക്ക് അറിയാവുന്ന ഒരു ചോദ്യവും ഒരു ഉത്തരവും തന്നെയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും അറിയുന്ന ആള് തന്നെയാണ്. ആരാണ്? കുട്ടിക്കൃഷ്ണമാരാരാണ്
മുണ്ടയ്ക്കൽ സന്ദേശം ഒരു മുഴുത്ത ചിരി എന്ന് പറഞ്ഞത്. അപ്പോ പ്രാചീന കവിതകളെ സംബന്ധിച്ച് ഉള്ള പണ്ഡിതരുടെ അഭിപ്രായങ്ങൾ, നിരീക്ഷണങ്ങൾ, ഇപ്പൊ ഇളംകുളം ഭാഷാ കൗടില്യത്തിന്റെ ഭാഗത്തൊക്കെ ഇളംകുളത്തിന്റെ ഒരുപാട് അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. രാമചരിതത്തിന്റെ ഭാഗത്തൊക്കെ ഉള്ളൂരിന്റെ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ശൂരനാട് കുഞ്ഞൻപിള്ളയെ നമുക്ക് ഒഴിച്ചു നിർത്താനായിട്ട് പറ്റില്ല. അപ്പോൾ പ്രാചീന കവിതാ ഭാഗങ്ങളുടെ അവിടെയും കേരള ചരിത്രത്തിന്റെ ഭാഗത്തുമൊക്കെ ഇളംകുളവും ഉള്ളൂരും ഒക്കെ പറഞ്ഞിട്ടുള്ള നിരീക്ഷണങ്ങൾ, അഭിപ്രായങ്ങൾ ഒക്കെ നമ്മൾ ഒന്നുകൂടി അവരുടെ കൃതികൾ ഒക്കെ നോക്കി പോകേണ്ടത് തന്നെയാണ് എന്നുകൂടിയാണ് ഈ ഒരു ചോദ്യത്തിന്റെ കൂടെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പൊ കുട്ടിക്കൃഷ്ണമാരാരെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ മാരാരെ പറ്റിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്? മാരാരുടെ കൃതികൾ ഏതൊക്കെയാണ്? സാഹിത്യവിദ്യ, സാഹിത്യ സല്ലാപം, ഹാസ്യ സാഹിത്യം, ദന്തഗോപുരം, രാജാങ്കണം, കൈവിളക്ക്, ചർച്ചയോഗം, അല്ലെ? ദന്തഗോപുരമൊക്കെ എപ്പോഴും ചോദിക്കുന്നത് തന്നെയാണ്. ദന്തഗോപുരത്തിലേക്ക് വീണ്ടും എം തോമസ് മാത്യു ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടെ പേര് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒപ്പം തന്നെ ഓർത്തു പോവുക. പിന്നെ അതേപോലെ തന്നെ മാരാരുടെ നിരൂപണത്തെ പ്രോക്രസ്റ്റസിന്റെ കട്ടിൽ എന്ന് വിശേഷിപ്പിച്ചത് MN വിജയൻ മാഷാണ്. അത്തരത്തിലുള്ള ഒരു ചോദ്യം മുൻപ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് എഴുത്തച്ഛനെയും നമ്പ്യാരെയും സംസ്കാര ദൂഷകന്മാർ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് കുട്ടിക്കൃഷ്ണമാരാരാണ്. നമ്മുടെ സംസ്കാര ലോപം എന്ന് പറയുന്ന ഒരു ലേഖനത്തിലാണ് അദ്ദേഹം അത്തരത്തിലുള്ള ഒരു നിരീക്ഷണങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോ കുട്ടിക്കൃഷ്ണമാരാരും അതുപോലെ തന്നെ സാഹിത്യ പഞ്ചാനനും എന്ത് ചെയ്തിട്ടുണ്ട്? നമ്പ്യാരെ ഒരു സംസ്കാര ദൂഷകൻ, അല്ലെങ്കിൽ ഒരു അദ്ദേഹത്തിന്റെ എഴുത്തിനെ കുറച്ച് ന്യൂനമായിട്ട്, അധമമായിട്ടൊക്കെ വിലയിരുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതായത് നമ്പ്യാരുടെ സാഹിത്യം അച്ചിക്കുറുപ്പും അടിച്ചുതളിക്കാരും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പഞ്ചാനൻ വിമർശിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അത്തരത്തിലുള്ള ഒരു ചോദ്യം വരുമ്പോൾ എപ്പോഴുള്ള കൺഫ്യൂഷൻ ആണ്. മാരാരും നമ്പ്യാരെ ഇകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്, സാഹിത്യ പഞ്ചാനനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു അഭിപ്രായം ആരുടെയാണ് എന്ന് പറയുമ്പോൾ അച്ചിക്കുറുപ്പും അടിച്ചുതളിക്കാരും തമ്മിലുള്ള ഒരു ഇതാണ് നമ്പ്യാരുടെ കൃതികൾ എന്ന് പറഞ്ഞിട്ടുള്ളത് സാഹിത്യ പഞ്ചാനനും, സംസ്കാര ദൂഷകനാണ് എന്ന് വിളിച്ചിട്ടുള്ളത് കുട്ടിക്കൃഷ്ണമാരാരുമാണ്. അത്തരത്തിലൊക്കെ വേർതിരിച്ച് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ആശാന്റെ ലീല ഭർതൃഗാഥയാണ് എന്ന് അഭിപ്രായപ്പെട്ടതും ആശാൻ തന്നെയാണ്. ആദ്യം അഭിപ്രായപ്പെട്ടത് വള്ളത്തോളാണ്. അതിനുശേഷം മാരാര് കൂടി എന്ത് ചെയ്യുന്നുണ്ട്? അഭിപ്രായപ്പെടുന്നുണ്ട്. വൈലോപ്പിള്ളിയുടെ സഹ്യന്റെ മകൻ എന്ന കവിതയെ മനഃശാസ്ത്ര തത്വവിജ്ഞാനീയത്തിന്റെ മാതൃകയിൽ ആദ്യമായിട്ട് വ്യാഖ്യാനിക്കുന്നതും ആര് തന്നെയാണ്? മാരാര് തന്നെയാണ്. മാരാരെ സംബന്ധിച്ചിടത്തോളം കലയ്ക്ക് വേണ്ടി എന്നുള്ള അദ്ദേഹത്തിന്റെ ആശയം എവിടെയാണ് ചെന്നെത്തുന്നത്? കല ജീവിതത്തിന്റെ സാന്ദ്രീകൃതമായിട്ടുള്ള ഒരു ക്രിയാംശമാണ് എന്നിടത്ത് തന്നെയാണ് അദ്ദേഹം എത്തിച്ചേരുന്നത്. അതുപോലെ നമുക്കറിയാം മാരാരെ പുരോഗമന സാഹിത്യത്തെ വളരെ കൃത്യമായിട്ട് അതിരൂക്ഷമായിട്ട് എതിർത്തിട്ടുള്ള ഒരാളായിരുന്നു. സാഹിത്യം ഒരു വിദ്യയാണെന്ന് അഭിപ്രായപ്പെടുന്നതിനോടൊപ്പം പ്രതിപദ പ്രധാനവും പ്രതീതിസാരവുമാണ് സാഹിത്യം എന്നുകൂടി വാദിച്ച ആളാണ് കുട്ടിക്കൃഷ്ണമാരാര്. ഇങ്ങനെ ഓരോരുത്തരെയും നമ്മൾ കൃത്യമായിട്ട് നോക്കി പോവേണ്ടതുണ്ട്. ഉള്ളൂര് ക്ഷേത്രപ്രവേശന വിളംബരവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളൂർ എഴുതിയ കവിത ഏതാണ്? ഒരു ചൈത്രപ്രഭാവം എന്നുള്ളതാണ് ആൻസർ. ഇനി ഗാന്ധിജിയുടെ വധവുമായി ബന്ധപ്പെട്ട് ഉള്ളൂർ എഴുതിയിട്ടുള്ള കവിത ഏതാണെന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. ആ ചുടലക്കളം എന്നുള്ളതാണ് ഉത്തരം. അങ്ങനെ ഒന്നുമായി ബന്ധപ്പെട്ട് മറ്റൊന്നിനെ കണക്ട് ചെയ്ത് പഠിക്കാൻ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ അനാലിസിസുകൾ നിങ്ങൾ ഉപയോഗിക്കണം എന്ന് തന്നെയാണ് ആവർത്തിച്ച് വീണ്ടും പറയാനുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൃഷ്ടി, സ്ഥിതി, സംഹാരം ഈ നാടകങ്ങളുടെ രചയിതാവ് ആരാണ്? നമുക്കറിയാം സകാര നാടകങ്ങൾ എന്നൊക്കെ അറിയപ്പെടുന്ന നാടകത്രയത്തിൽ ഉൾപ്പെടുത്തുന്ന സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നുള്ള ഈ നാടകങ്ങളുടെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ എ ജി ശങ്കരപിള്ള, ഓപ്ഷൻ ബി KT മുഹമ്മദ്, ഓപ്ഷൻ സി N കൃഷ്ണപിള്ള, ഓപ്ഷൻ ഡി NN പിള്ള. അല്ലേ? അപ്പൊ നമുക്കറിയാം സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നുള്ള നാടകങ്ങൾ എഴുതിയിട്ടുള്ളത് ആരാണ്? ഓപ്ഷൻ ബി KT മുഹമ്മദ് ആണ്. KT മുഹമ്മദിന്റെ സകാര നാടകങ്ങളൊക്കെ എപ്പോഴും കൃത്യമായിട്ട് നമുക്ക് പരീക്ഷകൾക്ക് ചോദിക്കുന്നത് തന്നെയാണ്. സൃഷ്ടി, സ്ഥിതി, സംഹാരം, സംഗമം, സമന്വയം എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സകാര നാടകങ്ങൾ. സൃഷ്ടിയിൽ വേണുഗോപാലൻ പ്രധാന കഥാപാത്രമായിട്ട് കടന്നു വരുന്ന നാടകമാണ് സൃഷ്ടി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ മറ്റു നാടകങ്ങൾ മനുഷ്യൻ കാരാഗ്രഹത്തിലാണ്, കറവറ്റ പശു, ഇത് ഭൂമിയാണൊക്കെ സ്ഥിരമായിട്ട് നമുക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വെളിച്ചം വിളക്കന്വേഷിക്കുന്നു, പുതിയ വീട്, രാത്രി വണ്ടികൾ, ഞാൻ പേടിക്കുന്നു, ചുവന്ന ഘടികാരം, ക്ഷയരോഗി, താക്കോലുകൾ, തീക്കനൽ, കടൽപ്പാലം, ഓപ്പറേഷൻ തിയേറ്റർ.
ഇത്രയും അദ്ദേഹത്തിന്റെ എന്താണ് പ്രധാനപ്പെട്ട നാടകങ്ങൾ തന്നെയാണ്. KT മുഹമ്മദിനെ നമുക്ക് ഒഴിച്ചു നിർത്താനായിട്ട് പറ്റില്ല. G ശങ്കരപ്പിള്ള മലയാള നാടക സാഹിത്യ ചരിത്രം, N കൃഷ്ണപിള്ളയുടെ കൈരളിയുടെ കഥ മുതൽ ഇങ്ങോട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഓർത്തു വെക്കണം. NN പിള്ളയുടെ ഞാന്, അതുപോലെ തന്നെ നാടക ദർപ്പണം, നാടകം വേണോ നാടകം തുടങ്ങിയിട്ടുള്ള കൃതികൾ, അതൊക്കെ NN പിള്ളയുടെ നാടകങ്ങൾ, ഈശ്വരൻ അറസ്റ്റിൻ പോലുള്ള കൃതികളൊക്കെ കൃത്യമായിട്ട് നോക്കി പോകേണ്ടത് തന്നെയാണ്. അപ്പൊ നാടകത്തിന്റെ സെക്ഷനിൽ നമുക്ക് ഈ ഓപ്ഷനിലുള്ള ആരെയും നോക്കാതെ പോകാനായിട്ട് പറ്റില്ല. G ശങ്കരപ്പിള്ളയായാലും KT മുഹമ്മദ് ആയാലും N കൃഷ്ണപിള്ളയായാലും NN പിള്ളയായാലും അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നവര് തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് PSCയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, HFST മലയാളത്തിലുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു 10ഓളം ചോദ്യങ്ങളുടെ ഒരു ചെറിയ ഒരു ഡിസ്കഷൻ, ഒരു വിശകലനമാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ പഠനത്തിലേക്ക് ഒരു ഈടുവയ്പ് എന്നുള്ള നിലയിൽ ഈ ഒരു നമ്മുടെ ക്വസ്റ്റ്യൻ അനാലിസിസ് ഒരു മുതൽക്കൂട്ടാവും എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.